സോ ഹലോ മച്ചന്മാരെ, കൈറോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു വീഡിയോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലോ എൻഡ് ഡിവൈസ് BGMI പ്ലെയേഴ്സിന് വേണ്ടിയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മിക്കവർക്കും പരിചയമുള്ള ഒരു സ്ക്രീൻ റെക്കോർഡറാണ്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ, ലോ എൻഡ് ഡിവൈസ് പ്ലെയേഴ്സിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്ക്രീൻ റെക്കോർഡറാണ്. സോ ആക്ച്വലി ഞാൻ ലോ എൻഡ് അല്ല, ഞാനൊരു ഹൈ എൻഡാണ്. ബട്ട് എന്നാലും എൻ്റെ സ്ക്രീനിൽ ഇൻബിൽഡ് സ്ക്രീൻ റെക്കോർഡറിനെ അപേക്ഷിച്ച് ബെറ്റർ സ്ക്രീൻ റെക്കോർഡറായിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡറാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ മച്ചന്മാരെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രീൻ റെക്കോർഡർ. സോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അറിയാവുന്ന ഒരു സ്ക്രീൻ റെക്കോർഡർ. സോ അതൊന്ന് ഓപ്പൺ ആക്കുക. ഏറ്റവും താഴത്തെ സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റെക്കോർഡ് എഞ്ചിൻ നിങ്ങൾ മാറ്റുക, അത് അഡ്വാൻസ്ഡ് എഞ്ചിൻ 2 കൊടുക്കുക, ഹൈ ഫ്രെയിം റേറ്റ്. അതിനുശേഷം നിങ്ങൾ നേരെ സ്ക്രോൾ ചെയ്ത് റെസൊല്യൂഷനിലോട്ട് വരിക. അത് നിങ്ങൾ നിങ്ങളുടെ യൂസ് സ്ക്രീൻ റെസൊല്യൂഷൻ ഒറ്റമാട്ടക്കാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഓറിയൻറ്റേഷൻ അത് നിങ്ങൾ ഓട്ടോ സെലക്ട് ചെയ്തിടുക, വേറെ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അതായിരിക്കും. പിന്നെ ബിറ്റ് റേറ്റ് ഇതിപ്പോൾ ഞാൻ ഇവിടെ 16 MB/s സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ലോ എൻഡ് ഡിവൈസ് ആയതുകൊണ്ട് കുറച്ചിടുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് വേണമെന്ന് നല്ല ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ 16 MB കൊടുക്കുക. ലാഗ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 16 MB കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രെയിം റേറ്റ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 60 FPS ആണ്. 90 120 ഇടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, ബിക്കോസ് CPU വലിക്കുന്നതുകൊണ്ട് ഞാൻ 60 FPS ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ എൻകോഡർ H.264 യൂസ് ചെയ്യുക. അതിനുശേഷം റെക്കോർഡ് ഓഡിയോ ഓഫ് ആയിരിക്കും, അത് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം ഓഡിയോ ബിറ്റ് റേറ്റ് നിങ്ങൾ കൂട്ടിയിടുക, 320 ഇടുക. അതിനുശേഷം സ്ക്രോൾ ചെയ്തിട്ട് ഓഡിയോ ആസ്വാദനം 44100 ഇടുക. അതിനുശേഷം ഓഡിയോ സോഴ്സിലോട്ട് വരിക. ഓക്കെ, ഇത് ഇൻറ്റേർണൽ ഓഡിയോ കൊടുക്കുക. മൈക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിയോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. സോ ഇത്രയുള്ള സെറ്റിങ്സ്. ഇനി നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മെയിൻ മെനുവിലോട്ട് വരിക. ഈ റൈറ്റ് സൈഡ് താഴെ കാണുന്ന X മാർക്ക് ഉണ്ടോ, അതിൻ്റെ അവിടെ ഒരു റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ ചോദിക്കും. നിങ്ങൾ ഗെയിമിൽ കയറിയിട്ട് റെക്കോർഡ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ലൈക്ക്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ വേറൊരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഈ ഒരു മാപ്പ് ഞാൻ ഈ വാവ് മോഡാണ് ഈ കളിക്കുന്നത്. ഇത് ബെസ്റ്റ് മാപ്പ് ഫോർ ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BGMIയിൽ ഇപ്പം നിലവിലുള്ള ട്രെയിനിങ് വാവ് മോഡ്സിൽ ഇതാണ് ബെസ്റ്റ് മാപ്പ് എന്ന് പറയാനായിട്ട്. അത്യാവശ്യം നിങ്ങൾക്ക് കാർ സ്പ്രേ പഠിക്കാനുള്ളതും, അതേപോലെ തന്നെ ബേർസ്റ്റ് സ്പ്രേ പഠിക്കാനാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് കവർ എടുത്ത് നിന്ന് പീക്ക് ചെയ്ത് അടിച്ച് പഠിക്കാനാണെങ്കിലും, ക്രോസ് ഫയർ വെച്ച് നമ്മുടെ ജിഗിൾ മൂവ്മെൻറ്റ് ഇട്ട് അടിച്ച് പഠിക്കാനാണെങ്കിലും എല്ലാ തരത്തിലുള്ള സെറ്റപ്പ് ഇതിനകത്തുണ്ട്. സോ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. മാപ്പിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ വീഡിയോ കാണുമായിരിക്കും. കാണാൻ പറ്റുവാണെങ്കിൽ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. സോ നിങ്ങളതിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുക. ലിങ്ക് വർക്കാകുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാം. സോ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഡയറക്റ്റ് ലിങ്ക് ആയിരിക്കും. സോ നോ വറീസ്, എടുത്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.